എടാ ഒറ്റ വലിക്ക് കേറ്റല്ലടാ, ഓഫായി പോവും. ഈ വീടാരാ തുറന്നേ? കേട്ടില്ലടാ, ആരാ തുറന്നേന്ന്? അയ്യോ പാവം, ഒന്നും അറിയത്തില്ല. കുറച്ചു ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെയാ താമസിക്കുന്നത്. ഇവിടെയോ? അതെ, ഇത് ഞങ്ങളുടെ വീടാ. അല്ല, നിങ്ങളോട് ആരാ പറഞ്ഞ ഇവിടെ കയറി താമസിക്കാനായിട്ട്? അതെ, ഇതൊക്കെ പറയാൻ നിങ്ങളാരാ? ഞങ്ങളോട് ഈ വീട്ടിൽ കയറി താമസിക്കാൻ പറഞ്ഞതേ ഇവിടുത്തെ ഓടയക്കാരാ. ഒടയക്കാരോ? എവിടുത്തെ ഒടയക്കാര്? ഇതെന്റെ പേരുള്ള വീടാ. ദേ, എല്ലാരും ഇതൊക്കെ എടുത്തോണ്ട് ഉടനെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. ഇല്ലെങ്കിലേ ഞാൻ പോലീസിനെ വിളിക്കും. എന്നാ പിന്നെ നീ പോലീസിനെ വിളിക്കേ. പോലീസ് വരുമ്പോ എല്ലാത്തിനും ഒരു തീരുമാനമാവുമല്ലോ. വിളിക്കുമ്പോഴേ അസിസ്റ്റന്റ് കമ്മീഷണറുടെ മുകളിലുള്ളവരെ വിളിക്കണേ, അല്ലെങ്കിൽ വെറുതെ എന്തിനാ ഒരു കോള് വേസ്റ്റ് ആക്കുന്നത്. ഈ കാണിക്കുന്നത് മര്യാദ കേടാ. പിന്നെ നീയൊക്കെ കാണിച്ചത് സത്യസന്ധമായ കാര്യങ്ങളാണോ? ഇവനെ വിശ്വസിച്ച ഇവന്റെ പേരിലേക്ക് വീട് എഴുതി തന്നത്. എന്നിട്ട് ഇവൻ എന്താ കാണിച്ചത്? ഞങ്ങളെ ചതിച്ചില്ലേ? ഈ മനുഷ്യനെ വിശ്വസിച്ചാണല്ലോ സത്യമേ ബിസിനസിന് ഇറങ്ങിയത്. അല്ല, എന്നിട്ട് എന്താ കാണിച്ചത്? സത്യമേ ചതിച്ചെന്നല്ലേ ഇയാൾ വീടും പറമ്പൊക്കെ സ്വന്തമാക്കിയത്. ആ ചതി അങ്ങ് തിരിച്ചു കിട്ടിയെന്ന് കരുതിയ മാത്രം മതി. അതെ, ഇതിൽ കൂടുതൽ എനിക്ക് പറയാനൊന്നുമില്ല. എല്ലാത്തിനെയും വിളിച്ചോണ്ട് ഇവിടുന്ന് ഇറങ്ങിക്കോണം ഇപ്പോ. പക്ഷേ ഞങ്ങൾക്ക് പറയാനല്ല, പ്രവർത്തിക്കാനേ ഉള്ളൂ. നീ എന്ന് ഒറിജിനൽ ഡോക്യുമെന്റ് എഴുതി തരുന്നോ അന്ന് വരെ ഇവരിവിടെ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ജാസ്മിൻ, പിടിച്ചോ. ഗുണ്ടാസം കാണിക്കണം. വിടാ പറഞ്ഞത്. ഇവിടെ നീതി നിയമമൊക്കെ ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. 10,000 രൂപയ്ക്ക് വരുന്ന ലോക്കൽ ഗുണ്ടകളാണ് ഇവരെന്ന് നിങ്ങൾ കരുതിയോ? 15 കോടിയുടെ മുതൽ തിരിച്ചു പിടിക്കാൻ 4-5 അക്ക സംഖ്യയെങ്കിലും ചെലവാക്കിയില്ലെങ്കിൽ പിന്നെ എന്തോന്ന് ഗുണ്ടായിസം ഉണ്ടാക്കാനാ? ഇവര് ചത്തു മരിച്ചു നിൽക്കും. രക്ഷപ്പെടാൻ ശ്രമിച്ച കൊന്നു കൊല വിളിക്കാനും മടിയില്ലാത്തവരാ. രോഹിത്തെ, ഇവിടുന്ന് നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ മുതൽ എഴുതി കൊടുക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ ഇവരിവിടെ തന്നെ നിൽക്കും. പിന്നെ ഇവർക്ക് കാണിക്കാവുന്ന പേക്കോ തെളിവർ കാണിക്കുകയും ചെയ്യും. അതെല്ലാം കണ്ടും കേട്ടും സഹിച്ച് നിൽക്കേണ്ടിയും വരും. പിന്നെ സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി ബുദ്ധിമുട്ടണമെന്നില്ല. രജിസ്ട്രാറെ നമ്മളിവിടെ പറയുന്ന സമയത്ത് കൊണ്ടുവരും. എപ്പോ ഒപ്പിടാൻ പറ്റുമെന്ന് മാത്രം പറഞ്ഞാൽ മതി. വേറെ വഴിയില്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും. സമ്മതിച്ചാൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവാതെ ഈ പ്രശ്നം അവസാനിപ്പിക്കാം. ഒരു വരവുകൂടി ഞങ്ങൾ വരാം. ഞങ്ങൾക്ക് വേണ്ട പേപ്പേഴ്സിലൊക്കെ അപ്പൊ ഒപ്പിട്ട് തരേണ്ടി വരും. എന്നാ പിന്നെ നിങ്ങളൊക്കെ എൻജോയ് ചെയ്തോ. ഗോപാലേട്ടാ, പിള്ളേർ അങ്ങോട്ട് വരുന്നുണ്ടേ. അമ്മയോട് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇന്ന് വിഷ്ണുവേട്ടന്റെ കൂടെ സത്യാമ്മയുടെ അടുത്ത് ചെന്നപ്പോഴുള്ള കാര്യം. സത്യാമ്മ സ്നേഹത്തോടെ എന്നോട് ഉള്ളു തുറന്ന് സംസാരിച്ചു. ആണോ? പിന്നെ അല്ലാതെ. എന്നിട്ട് സ്വന്തം കൈകൊണ്ട് ചായ ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്നമ്മേ. എന്നിട്ട് എന്നോട് കുടിക്കാൻ. ആഹാ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലടി. അതെ, എനിക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാനൊന്നും കഴിഞ്ഞില്ല. അങ്ങനെ
ഇങ്ങനെ സത്യാമ്മ എന്നോട് പെരുമാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈശ്വരൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് മോളെ. എല്ലാം കലങ്ങി തെളിയും. നിങ്ങൾ അച്ഛനും അമ്മയും മക്കളും കൊച്ചുമക്കളുമായിട്ട് ഒന്നിച്ച് താമസിക്കും, എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ എനിക്ക് യാതൊരു ഉറപ്പില്ല. ഇങ്ങനെയൊക്കെ അവർ കാണിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. അവരിപ്പോ ഈ കാണിക്കുന്ന ചിരിയിലും സ്നേഹത്തിലൊന്നും തലവെച്ച് കൊടുക്കാതിരിക്കുന്നതാണ് ബുദ്ധി. കാരണം അതിലെന്തോ ഒരു ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ. അവരെ എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാ. ഇത്രയും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ആയ സ്ഥിതിക്ക് അവര് മനഃപൂർവ്വം തോറ്റു തരുന്നതാണെങ്കിലോ? ഇനിയിപ്പോ ഒരു വഴക്കും വയ്യാവേലിയും ബഹളവും ഒന്നും വേണ്ടെന്ന് അവര് സ്വയം തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലോ? എന്റെ ശാരദേ, പഴമക്കാർ പറയുന്ന ഒരു ചൊല്ല എനിക്കിപ്പോ ഓർമ്മ വരുന്നത്, അണ്ണാൻ മൂത്താലും മരങ്ങേറ്റം മറക്കില്ല എന്ന്. ചിന്തിക്ക്. എന്നിട്ട് മോളെ അവര് കാണിക്കുന്ന കപട സ്നേഹത്തിന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്ക്.